യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. ക്രിസ്തു ജീവിതത്തിൽ പല ആളുകളും സന്തുഷ്ടരല്ലാതായി ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ക്രിസ്തു അനുയായിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം: ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ കാര്യസ്ഥൻ എന്ന വാക്കിന് ദ ഹെൽപ്പർ, അതുപോലെ ദ കംഫർട്ടർ, ആശ്വസിപ്പിക്കുന്നവൻ, സഹായകൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്കും സന്തുഷ്ടകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് എന്നുള്ള ചുരുക്കം ചില കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ നമുക്ക് റോമലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സ്നേഹം അനുഭവിക്കുന്നെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ആ സ്നേഹമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നാം അനുഭവിക്കേണ്ടത്. പല ആളുകളും ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല. ദൈവസ്നേഹം ഉണ്ട്, പക്ഷേ അവർ ദൈവസ്നേഹം അനുഭവിക്കുന്നില്ല. ഒരു അന്ധനായ മനുഷ്യൻ്റെ കണ്ണിലേക്ക് ഒരു വെളിച്ചം വീശുമ്പോൾ അല്ലെങ്കിൽ വെളിച്ചം പ്രകാശിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമുക്കറിയാം അവൻ്റെ കണ്ണ് തുറന്നേ മതിയാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം അതാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത് ആ ദൈവസ്നേഹത്തെ നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ പ്രകാശം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം നാം അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ സജീവമായി തീരണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. കാരണം അനേക ആളുകളും ജീവിതത്തിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകത, ധാരാളം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. അത് യേശു പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കഷ്ടമുള്ളപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രത്യാശയ്ക്ക് യാതൊരു പങ്കവും വരുന്നില്ല. നമുക്കറിയാം, ജീവിതത്തിൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഊഹമാണ്, ഒരു ചിന്തയാണ് പലർക്കും ജീവിക്കുവാൻ പ്രേരിതമായി തീരുന്നത്. അങ്ങനെ ഒരു ആശ ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും വ്യക്തികൾ ആത്മഹത്യയിലേക്കും ജീവിത നൈരാശ്യത്തിലേക്കൊക്കെ മാറാറുണ്ട്. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ ആ പ്രത്യാശ അല്ലെങ്കിൽ ദൈവം പകർന്നിരിക്കുന്ന പ്രത്യാശയ്ക്ക് യാതൊരു ഭംഗവും വരുന്നില്ല. കാരണം പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ പരിലാളനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു: പലരും പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുന്നവരല്ല. 3 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഏകദേശം മനസ്സിലാവും. റോമലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം: നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നു വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതായത് ഈ വാക്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം, ക്രിസ്ത്യാനിയായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ക്രിസ്ത്യാനി എന്ന പേര് പറയുകയും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട്. നമുക്കവരെ എങ്ങനെ തിരിച്ചറിയാം? ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാത്തൊരു വ്യക്തിയായിരിക്കാം. അതെങ്ങനെയാണെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നതെന്ന് ഈ വാക്യത്തിൻ്റെ അല്പം വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ വ്യക്തിയുടെ സ്വഭാവമാണ് തീരുമാനിക്കുന്നത് ആ വ്യക്തി ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നതെന്ന്. ആ വ്യക്തി ജഡസ്വഭാവമാണെങ്കിൽ,
ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ജഡത്തെക്കുറിച്ചുള്ള ചിന്തകളും ഈ ലോകത്തിൻ്റെതായ സ്വഭാവങ്ങളും ആ വ്യക്തിയിൽ വളരെ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ആത്മാവിനെ അല്ല അനുസരിച്ച് നടക്കുന്നത്. ആ വ്യക്തിക്ക് ക്രിസ്തീയ പേരുണ്ട്, ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്, ക്രിസ്തീയ പ്രിവിലേജുകളെല്ലാം അനുഭവിക്കാൻ ആ വ്യക്തി മുന്നിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ ആ വ്യക്തിക്ക് ജഡസ്വഭാവമാണെങ്കിൽ അദ്ദേഹം ആത്മാവിനെ അല്ല അനുസരിച്ച് നടക്കുന്നത്. മറിച്ച് ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് ആത്മാവിനാൽ ആ വ്യക്തി ജീവിക്കുകയും ആത്മസ്വഭാവം പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ക്രിസ്ത്യാനുഗാമികളും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കണമെന്നുള്ളതാണ്. എന്താണ് ഈ നിറവെന്ന് പറയുന്നത്? അത് സംബന്ധിച്ചൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 5:18 വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ഈ ക്രിസ്ത്യാനികൾ മദ്യപിക്കാമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ദുർനടപ്പ് ഉണ്ടാകാൻ കാരണമായി തീരും വീഞ്ഞുകുടി, മദ്യപാനം. അപ്പോൾ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ഒരിക്കലും ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിയിൽ ദുർനടപ്പ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പകരം ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് അവർ ആത്മാവ് നിറഞ്ഞവരായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഫില്ലിങ് അവരനുഭവിക്കുന്നവരായി തീരണം. ആ നിറവ് അവരിൽ എങ്ങനെയാണ് പ്രകടമായി തീരുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തും ഇരിപ്പീൻ. അപ്പോൾ ഇങ്ങനെ സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്ന, ആരാധിക്കുന്ന, തമ്മിൽ പ്രബോധിപ്പിക്കുന്ന ആ സ്വഭാവം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഉറപ്പാക്കാം, ആ വ്യക്തി ആത്മാവിൽ നിറഞ്ഞവരായിരിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ആത്മാവിൽ നിറഞ്ഞവനായിരിക്കുന്ന വ്യക്തിയാണ്. മൂന്നാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, നമ്മളെല്ലാവരും ആത്മാവിൽ നടക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ആത്മാവിലായിരിക്കണം. റോമാലേഖനം 8:4-5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. നോക്കിക്കേ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നാം ജഡത്തെയല്ല അനുസരിച്ച് നടക്കേണ്ടത്, മറിച്ച് ആത്മാവിനെയാണ്. അങ്ങനെയുള്ളവരിൽ ദൈവവചനത്തിൻ്റെ നീതി നിവൃത്തിയാകും. മാത്രമല്ല, ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ ചിന്തകൾ മുഴുവനും ആത്മാവിൻ്റെ ചിന്തകളാണെങ്കിൽ, അതായത് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ഉപവസിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവവചനത്തിനുള്ള വിശപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ ആത്മാവിൽ നടക്കുന്ന വ്യക്തിയാണ്. അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എപ്പോഴും ജഡീകപരമായ കാര്യങ്ങൾ മാത്രമേ ചിന്തയുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച്, ധനം സമ്പാദിക്കുന്നതിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള ഭൗതിക ചിന്തകളാൽ ആ വ്യക്തി നിറഞ്ഞു വരും. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ നിന്ന് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തിയാണോ? ഇല്ലെങ്കിൽ ഇന്ന് ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. എല്ലാ ദിവസവും നമ്മളിങ്ങനെ മോർണിംഗ് ഡ്യൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വചനധ്യാനം നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്കത് രൂപാന്തരം വരുത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളുടെ കണ്ണുകളടച്ച് അല്പസമയം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാനിടയായി തീരണമേ. കർത്താവേ, എനിക്ക് നിൻ്റെ സ്പർശനം അനുഭവിക്കണമേ. ഞാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനുഗാമി എന്ന നിലയിൽ ഞാൻ വേണ്ടതുപോലെ അല്ല ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ അവഗണിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് പകരുന്നില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ നിങ്ങൾ പലപ്പോഴും ആ ദൈവസ്നേഹത്തോടെ നിങ്ങൾ മറുതലിച്ച് നിൽക്കുന്ന അനുഭവങ്ങളാണ്. പക്ഷേ ഇന്ന് അതിനൊരു മാറ്റം ഉണ്ടാകണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളോട് അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രം. കർത്താവെ, ആ ദൈവികമായ സമാധാനം, സ്വസ്ഥതയും അങ്ങയുടെ മക്കൾ അനുഭവിപ്പാനിടയാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ആ ഗൈഡൻസിലും മുന്നോട്ട് പോകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വേദ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും
ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.